So hi guys, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫിലിമിംഗ് ഗിയർ ആണ്. നിങ്ങൾ പ്രൊഡക്റ്റ് വീഡിയോസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബി റോൾസോ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡോർ ആയിട്ട് നിങ്ങൾ നടത്തുന്ന ഫിലിമിംഗ് ഷൂട്ട്സിനും അതുപോലെ തന്നെ നിങ്ങളൊരു ടെക് യൂട്യൂബർ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ബി റോൾ എടുക്കാനായിട്ടുള്ള ഒരു അടിപൊളി ഫിലിമിംഗ് ഗിയർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമില്ല, ഒരു സ്ലൈഡറാണ് സംഭവം. അപ്പോൾ നിങ്ങൾ സ്ലൈഡറിന് കേൾക്കുമ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ച് പോകണ്ട, കാരണം അത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് നല്ല അടിപൊളി സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കാൻ പറ്റുന്ന വെറും ഒരു 1500 to 2000 റേഞ്ചിൽ വരുന്ന ഒരു അടിപൊളി സ്കേറ്റർ ഡോളിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ചാനലിൽ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും വൈകിക്കുന്നില്ല, ഇതാണ് നമ്മുടെ സാധനം, നമ്മളിനി കണ്ടില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഷോട്ട്സ് എന്ന് പറയുന്നത് അടിപൊളി, അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ട്സ് നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. നമ്മളൊരു സ്ലൈഡർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോർട്ടബിലിറ്റിയാണ്. നിങ്ങളൊരു ഹെവി സ്ലൈഡർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് നമ്മൾ സ്ഥലങ്ങളോട്ട് കൊണ്ടു നടക്കാനായിട്ട് നമുക്കത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്കേറ്റർ ഡോളിയാണ് സാധനം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് മെയിൻലി നമുക്ക് സ്ലാൻഡിങ് ഷോട്ട്സ് എടുക്കാം, അതുപോലെ തന്നെ സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കാം, പിന്നെ നമുക്ക് ടു ആൻഡ് ഫ്രോ ഡോളി ഷോട്ട്സ് എടുക്കാം. പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് നമ്മുടെ സാധാ സ്റ്റാൻഡേർഡ് സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കാം, അതുപോലെ തന്നെ ടു ആൻഡ് ഫ്രോ സ്ലൈഡിങ് ഷോട്ട്സ് എടുക്കാം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു നോബ് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു നോബ് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടയറിൻ്റെ സംഭവം നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ടയറും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആംഗിളിൽ നിങ്ങൾക്ക് ഈ സംഭവത്തിൻ്റെ ടയർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെ ടയർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേർവിങ് ഷോട്ട്സ് എടുക്കാം, വേണമെങ്കിൽ ഒരു ഫുൾ സർക്കിളിങ് ഷോട്ട്സ് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ട്സ് നമുക്ക് ഈ ഒരു സംഭവം വെച്ചാൽ എടുക്കാനായിട്ട് പറ്റും. നമുക്കിതിൻ്റെ മുകളിലായിട്ടൊരു ബോൾ ഹെഡ് വരുന്നുണ്ട്. നമ്മൾ ഇവിടുത്തെ ഈ ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ലൂസാക്കിയാൽ നമുക്കിത് ഈ ഒരു നോബ് ഇങ്ങനെ പല ആംഗിളായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ക്യാമറയുടെ ആംഗിൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ വീഡിയോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ ഇവിടെയുള്ള ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഷോട്ടിൽ പോലും ഷെയ്ക്കോ സ്റ്റെബിലിറ്റിയുടെ കുറവ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിലെല്ലാ ഷോട്ടും ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാന്ന് പറയുന്നത് ഒരുപാട് ടെക് യൂട്യൂബേഴ്സ് നമ്മുടെ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. അവർക്ക് ഫോണിൻ്റെയും അതുപോലെ തന്നെ ബാക്കി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെയും ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും എടുക്കാനായിട്ട് ഈ ഒരു സംഭവം വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.